നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വരണമേ. കർത്താവേ, അടിയനെ സമർപ്പിക്കുകയാണ്. ദൈവവചനങ്ങൾ സംസാരിക്കുവാൻ അതിരങ്ങളെ തുറന്നു തരണം. ചിന്തകളെ നീ തരണം. നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് നീ തരുന്ന വചനം പ്രസംഗിക്കുവാൻ അടിയനെ ശക്തനാക്കണമേ. ധാരാളം ശ്രോതാക്കളെ തരണമേ. അവരുടെ ഹൃദയങ്ങളിൽ ഇത് പതിയാനും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കർത്താവെ നിൻ്റെ കൃപയാൽ സംഭവിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ കൂടെയിരുന്ന് സഹായിച്ച് അനുഗ്രഹിച്ച് കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ സന്തുഷ്ടയുള്ളവരായി നല്ല മാറ്റങ്ങളുള്ള ജീവിതം നയിക്കത്തക്കവണ്ണം, നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ ചിന്തിച്ചത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങൾ തീർത്ത് 12 നമ്മൾ പ്രവേശിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് 12 മുതൽ 21 വരെ ആ അധ്യായം ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തും. ഞാൻ ആദ്യ വാചനം വായിക്കുകയാണ്. 12-ാം വാക്യം: ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുൻപാകെ പുകഴ്ത്തുകയല്ല, പ്രത്യുത ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ്. പൗലോസിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ പുകഴ്ചയെ സംബന്ധിച്ചാണെങ്കിലും പറയേണ്ടതായിട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ് അക്കാര്യങ്ങൾ കുറച്ചെങ്കിലും ഇവിടെ രേഖപ്പെടുത്താൻ ഇഷ്ടമായത്. പൗലോസ് പറയുന്ന ഒരു കാര്യം, ആ വാചകത്തിൽ പറയുന്ന സൂചന, ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. ഒരു കാര്യം നമ്മൾ പാപമാകുന്നത് അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ചിന്ത വന്നു കഴിയുമ്പോൾ ആ ചിന്ത കൊണ്ട് നമ്മൾ സമ്മതമാകുന്നെങ്കിൽ പാപം ചെയ്തു കഴിഞ്ഞു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചല്ലോ. ഒരു ശാബത്ത് ദിവസം സിനഗോഗിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കൈ സൂക്ഷിച്ച ഒരു മനുഷ്യൻ അവിടെ വന്നിരുന്നു. കൈ സൂക്ഷിച്ചു എന്ന് പറയുന്നത് ശാരീരികമായ ഒരു കാര്യം മാത്രമാണല്ലോ. നമ്മൾ ആത്മീയ കാര്യങ്ങളിലാണ് മുഴുകുന്നത്. പക്ഷേ നിയമജ്ഞരും ഫരീസിയരും അന്ന് ചിന്തിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നു. യേശു അത് അറിയുന്നു. അതാണ് നമ്മുടെ പറയാനുള്ളത്. അവർ ചിന്തിക്കുന്നത് ഈ ശാബത്ത് ദിവസം യേശു ആ കൈ സൂക്ഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുമോ. ഹൃദയ വിചാരങ്ങൾ യേശു അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നടുവിലോട്ട് വാ. യേശു പറഞ്ഞു, നീ കൈ നീട്ടുക. അവൻ കൈ നീട്ടി. മറ്റേതുപോലെ തന്നെ അത് പൂർണ്ണ സൗഖ്യമുള്ളതായി തീർന്നു. അവിടെ വിശ്വാസത്തെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. അവനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ കൈ നീട്ടി. അവൻ്റെ വിശ്വാസമുള്ളത് കൊണ്ടാണ് യേശു അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു സന്ദർഭം അവിടെ ഉണ്ടാകാൻ സാധ്യത വന്നത്, കാരണമായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. എന്തുകൊണ്ടെന്നാൽ യേശു മനുഷ്യരുടെ ഹൃദയങ്ങളെ കാണുന്നവനാണ് എന്നിവിടെ സൂചിപ്പിക്കാനാണ്. അവരുടെ ഹൃദയത്തിൽ എന്തായിരുന്നു ചിന്ത, അത് കർത്താവ് കണ്ടു. വിശ്വാസത്തെ യേശു പരിഗണിച്ചു. കാരണം അവൻ കൈ നീട്ടുക എന്ന് പറഞ്ഞു ഉടനെ തന്നെ കൈ നീട്ടി. ഈ വിശ്വാസം നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ചെങ്കടൽ കടന്നപ്പോൾ ആ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.
ചെങ്കടലിൻ്റെ അക്കരയിലോട്ട് എങ്ങനെ പോകും, ശത്രുക്കൾ പുറകെ വരുന്നല്ലോ എന്ന് ജനം പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകണം, ചെങ്കടലിൻ്റെ തീരത്ത് ചെല്ലണം. നീ നിൻ്റെ കയ്യിലിരിക്കുന്ന ആ വടി നീട്ടി വെള്ളത്തോട് പറയുമ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് വിളരും. ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങളെല്ലാം മോശ പറഞ്ഞ വാക്ക് അനുസരിച്ച് മുന്നോട്ട് പോയി ചെങ്കടലിൻ്റെ അവിടെ നിന്നു. മോശ കയ്യിലിരുന്ന വടിയെടുത്ത് നീട്ടി ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. ഇവിടെ ഒരു വലിയ അത്ഭുതം, ഇതിൽ കൂടി ഒരു വലിയ അത്ഭുതം നടക്കാനുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിക്കുക, ഒരു കടലിനെ. നമുക്കിന്ന് പോലും മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കത്തില്ല. എന്നിട്ട് ഒരു വടി അങ്ങോട്ട് കാണിച്ച് ചെങ്കടലിനെ രണ്ടായിട്ട് തിരിക്കുക. അതൊരു അത്ഭുതം മാത്രമല്ല, ഈ മനുഷ്യ ഹൃദയങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. മോശ ജനത്തോടെ മുന്നോട്ട് നടക്കുക, അങ്ങോട്ട് നിൽക്കുക, അത്ഭുതം ദൈവം പ്രവർത്തിക്കും. കടലിനെ നമുക്ക് പിളർന്ന് ഉണങ്ങിയ റോഡുണ്ടാക്കി നമ്മൾ അതിലേക്കൂടെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വേണമെങ്കിൽ മോശയോട് എതിർക്കാമായിരുന്നു. അവരത് എതിർക്കാതെ തന്നെ കടലിൻ്റെ അവിടോട്ട് പോയത് അവരുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ അവർ മോശയെ ചിലപ്പോൾ അടിച്ച് കൊന്നേനി. അപ്പോൾ വിശ്വാസത്താൽ ഈ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെയും അങ്ങനെ നടന്നത്. അവിടെ അതിന് കാരണമാകാനുള്ള സാധ്യത വന്നത് അവർ മനസ്സിൽ ചിന്തിച്ച കാര്യം യേശു അറിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് യേശു കർത്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയങ്ങളെ അറിയുന്ന യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. പാപമെന്ന് പറയുന്നത് അതിൻ്റെ പ്രവൃത്തി വരുമ്പോൾ മാത്രമല്ല, പിന്നെയോ നമ്മുടെ മനസ്സിൽ അത് ചിന്തിക്കുമ്പോൾ തന്നെ അത് പാപത്തിന് തുല്യമായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. 5-ാം അധ്യായം 27-ാം വാക്യം. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ വാചകമാണ്. നോക്ക് മാത്രമേ ചെയ്തുള്ളൂ, ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഇതാ യേശു പറയുന്നത്. വേറൊരു വാക്യം, നമ്മുടെ അന്ധക്കരണത്തെ നമുക്ക് അതുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, മനസ്സിൽ എന്തെങ്കിലും തെറ്റുകൾ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ അത് വിശുദ്ധിയല്ല, അതും പാപമാണ്. അപ്പോൾ നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിത്യ ആത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കണം. ഏതുകൊണ്ടാണ് വിശുദ്ധീകരിക്കുന്നത്? യേശുവിൻ്റെ രക്തം. അതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, ആ ശക്തി. അവൻ നമ്മുടെ അന്ധകരണത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ 12-ാം വാക്യത്തിൽ കൂടെ പൗലോസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്, കാണുന്നവനാണ്. അപ്പോൾ ഹൃദയത്തിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ഓർക്കണം. അടുത്ത വാചകം, ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി ആണ്. പൗലോസിനെ ഒരുപക്ഷെ ഉന്മത്തൻ, ഭ്രാന്തൻ എന്നവർ ചിന്തിച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം പൗലോസ് വളരെ അവധാനപൂർവവും വളരെ ശ്രദ്ധാപൂർവവും ആ കാര്യങ്ങളൊക്കെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു സംശയം തോന്നും. യഹൂദർക്ക് വളരെ ഉത്സാഹത്തോടുകൂടി ചില ചെയ്യുന്ന പ്രവർത്തനങ്ങൾ
കാണുമ്പോൾ ഈ വ്യക്തി ഒരു ഭ്രാന്തനാണോ എന്ന് ചിലർ സംശയിക്കും. യേശുവിനെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ആ വാക്യം ഞാൻ വായിക്കാം. യേശുവിനെക്കുറിച്ച് പറയുകയാണ്. യേശു പഠിപ്പിച്ച വാക്കുകൾ കേട്ടപ്പോൾ സാധാരണ അവർ മനസ്സിലാക്കി വെച്ചതിന് വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കും. അപ്പോൾ അവർക്കൊരു സംശയം വരും. പൗലോസും അതുപോലെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് പൗലോസിനെക്കുറിച്ചും അവൻ ഭ്രാന്തനാണോ എന്ന് ചിന്തിക്കുന്നത്. യേശുവിനെ പഠിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ സംശയം, ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ അവരിൽ ചിലർ വളരെ പേർ പറഞ്ഞു. അതാണ് യേശു അങ്ങനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. യേശു ആരാണെന്ന് നമ്മൾ അറിയണം. അവരെ വിചാരിക്കുന്നത് യേശു ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ യഹൂദൻ. അവന് ലാശാരുടെ മോനല്ലേ എന്നൊക്കെയാണ് അവരെ ചിന്തിച്ചത്. അപ്പോൾ വളരെ ഗഹനമായ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ യേശുവിനെ അവർ ഭ്രാന്തൻ എന്ന് ചിന്തിക്കുകയാണ്. പൗലോസ് വലിയ വിജ്ഞാനിയൊക്കെയാണല്ലോ. അദ്ദേഹം യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ യഹൂദർക്കും പരീശയർക്ക് അത് സ്വീകരിക്കാൻ സാധ്യമായില്ല. അതുകൊണ്ടാണ് പൗലോസിൽ അവർ ഭ്രാന്തനാണ് എന്ന് സംശയിക്കുന്നത്. ഫേസ്തൂസിൻ്റെ മുൻപിൽ വെച്ച് പൗലോസ് ഒരു ന്യായവാദം നടത്തി. പൗലോസിനെ അവർ പിടിച്ച് വിസ്തരിക്കുകയാണ്. അപ്പോൾ ഫേസ്തൂസിൻ്റെ സാന്നിധ്യത്തിൽ വിസ്തരിക്കപ്പെട്ടപ്പോൾ പൗലോസ് തൻ്റെ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയുകയും തൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഫേസ്തൂസ് ഒരു പ്രഖ്യാപനം, പൗലോസേ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, നിൻ്റെ വിജ്ഞാനം, വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചാലും ഇങ്ങനെ ആൾക്കാർക്ക് സംശയം ഉണ്ടാകാം, ഇവനെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് പൗലോസോട് പറയുന്നത്, ഞാൻ ഉന്മത്തനാണോ എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? അത് കർത്താവിന് വേണ്ടിയാണ് എന്ന് പൗലോസ് അവരെ സമാധാനപ്പെടുത്തി പറയുകയാണ്. ഞാൻ സമചിത്തനാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഉന്മത്തനാകുന്നത് ക്രിസ്തുവിനെ പ്രതിയാണ് ഉന്മത്തനാകുന്നത്. അത് പൗലോസ് എന്ന് വ്യാഖ്യാനിച്ച് പറയുകയാണ്. ആദ്യ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണം, പരിശുദ്ധാത്മാവരിൽ വന്ന് വസിച്ചപ്പോൾ അവർ മറുഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന അവരവരുടെ മാതൃഭാഷയിൽ എല്ലാവരും അങ്ങ് സംസാരിച്ചപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരമാണ്. പക്ഷെ കേട്ടോണ്ടിരുന്നവർ ചിലർ പറയുക ഇവർക്ക് പുതുവീഞ്ഞ് കുടിച്ച് തലക്ക് പിടിച്ചതാണ്. പത്രോസിൻ്റെ മറുപടി പ്രസംഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസിലൂടെ പറയുന്നത്, ഞാൻ ഒരു ഉന്മത്തനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ഞാൻ അത് ക്രിസ്തുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സമചിത്തനാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുമാണ്. അടുത്ത വാചകം, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും അതിനാൽ എല്ലാവരും മരിച്ചു എന്നും ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ആ ഒരുവൻ എന്ന പേര് പറയാതെ പറയുന്നെങ്കിലും നമുക്കറിയാമല്ലോ അത് ക്രിസ്തുവിനെക്കുറിച്ചാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ്. യേശയ്യായുടെ പ്രവചനത്തിൽ അതുണ്ട്. യേശയ്യ 53:5 വാക്യം ബൈബിളിൽ ഞാനത് വായിക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഗലാത്യ ലേഖനത്തിലെ പൗലോസ് ആ കാര്യം സൂചിപ്പിക്കുന്നു. 3-ാം അധ്യായം 13-ാം വാക്യം ഞാൻ വായിക്കാം.
ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്ന ഏവനും ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശയ്യാ അത് പ്രവചിച്ചു. ആ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം പൗലോസ് പറയുകയാണ്, മരത്തിൽ തൂക്കപ്പെടുന്ന ഏവനും ശപിക്കപ്പെട്ടവനാണെന്ന പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനായി. എങ്ങനെ? നമ്മളതിന് കാരണക്കാർ. നമ്മുടെ പാപമെല്ലാം അവൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റതുകൊണ്ട് അവനൊരു പാപിയായി എണ്ണപ്പെട്ടു. അതിൻ്റെ ശിക്ഷ നമ്മുടെ ശിക്ഷ അവൻ വഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അതിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുവൻ, അത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതിനാൽ എല്ലാവരും മരിച്ചു. ഇനി മേലാൽ ആ പാപപരിഹാര ബലി ആവർത്തിക്കപ്പെടേണ്ടതില്ല. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. വിശ്വസിച്ചാൽ മാത്രം മതി. എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് മാറ്റമില്ലാത്തതാണ്. ഒരിക്കലും അത് മാറിപ്പോകുന്നില്ല. കുറച്ച് നാൾ സ്നേഹിച്ചു, ഇനി സ്നേഹിക്കുന്നില്ല, അങ്ങനെയല്ല. അവൻ മാറ്റമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കാം. ലോകത്തിൽ തനിക്കുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു. കുറച്ച് നാൾ സ്നേഹിച്ചിട്ട് ഇനി അങ്ങ് കളയുന്ന ആ മാനുഷികമായ നിലപാടല്ല. തനിക്കുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവസാനം വരെയും സ്നേഹിക്കും. രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകത, അത് ത്യാഗപരമാണ്. യോഹന്നാൻ സുവിശേഷം 15-13 ഞാൻ വായിക്കുകയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഒരാൾ എൻ്റെ സ്നേഹിതന് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കും? സാമ്പത്തികമായ ചില സഹായങ്ങൾ ചെയ്യാം, രോഗികളെ ശുശ്രൂഷിക്കാം. പക്ഷേ അതിൻ്റെ അത്യുച്ചകോടിയിലെത്തുന്നത് ആ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുക. അതിൽ പരം ഇന്നൊന്നും ചെയ്യാനില്ല. യേശു നാം ഓരോരുത്തർക്കും വേണ്ടിയും യേശുവിൻ്റെ ജീവൻ കാൽവരിയിൽ അർപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ത്യാഗപരമാണ് യേശുവിൻ്റെ സ്നേഹം. മൂന്നാമത്തെ പ്രത്യേകത, ആ സ്നേഹം നമുക്ക് വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്നേഹബന്ധത്തെ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വേർപെടുത്തുവാൻ കഴിയാത്തതാണ്. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെ എന്നെ വേർതിരിക്കും? ഒരു ശക്തിക്കും ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല. നാലാമത്തെ പ്രത്യേകത, ആ സ്നേഹം ക്രൂശ് മരണത്തിന് സന്നദ്ധമാണ്. ഗലാത്യ ലേഖനം 2:20 എഴുതിയിരിക്കുന്നു, എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ. യേശു ആരാണ്? ദൈവപുത്രൻ. എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിച്ച ആ ദൈവപുത്രൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെട്ടത്? അഞ്ചാമത്തെ വിഷയം, അത് ക്രിസ്തുവിൻ്റെ മരണത്താൽ ആ സ്നേഹം നമുക്ക് വെളിപ്പെട്ടു. 1 യോഹന്നാൻ 3:16 ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. സ്നേഹം എന്താണെന്ന് ഇന്ന് വളരെ കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. സ്നേഹിക്കണമെന്ന് പറയും, സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത രീതിയിൽ സ്നേഹിക്കും, അത് സ്നേഹമാണെന്ന് പിന്നെ വ്യാഖ്യാനിക്കും. അങ്ങനെയല്ല. എന്താണ് സ്നേഹം? ആ സ്നേഹം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താലാണ്.
യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ധ്യാനിക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്നേഹം അവിടാണ് വെളിപ്പെട്ട് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ഈ വാചകത്തിൽ, നമ്മൾ വായിച്ച വാചകത്തിൽ പറയുന്ന ഒരു കാര്യം, എന്താണ് സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം, അത് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന വേലകൾ, അത് ചെയ്യുവാൻ നമുക്കൊരു ഉത്തേജനം തരുന്നത് ആ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. നമ്മളെ അത് നിർബന്ധിക്കുകയാണ്, അങ്ങനെ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. അത് നിർബന്ധിക്കുന്ന, ഉത്തേജനം തരുന്ന ഒരു സ്നേഹമാണ്. 15-ാം വാചകം, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അത് നമ്മൾ സ്വീകരിക്കണം, അംഗീകരിക്കുന്നവർക്കാണ്, ആ വിശ്വാസത്തിലേക്ക് എത്തുന്നവർക്കാണ് അതിൻ്റെ പ്രയോജനം. അല്ലാത്തവർക്ക് ആ പ്രയോജനം ലഭിക്കുന്നില്ല. നമ്മൾ ഇനിയും ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. ക്രിസ്തു മരിച്ചത് അവന് വേണ്ടി നമ്മളിനി ജീവിക്കണം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, ഞാൻ വായിച്ചേൽപ്പിക്കുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളെ ജീവനിലേക്ക്, ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇനി ആ ജീവനിൽ നമ്മൾ ജീവിക്കണം. 16-ാം വാക്യം, അതിനാൽ 16-ാം വാക്യത്തിൽ, അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിനെ ഇനി ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. പൗലോസിൻ്റെ മാനസാന്തരത്തിന് മുമ്പ് പൗലോസ് വലിയ തീക്ഷ്ണതയുള്ള ഒരു യഹൂദനായിട്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ പൗലോസ് യേശുവിനെ ഒരു സാധാരണ യഹൂദനെന്നേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവം, ദമാസ്കസിലേക്ക് പോയപ്പോൾ ആ വിളിയും ആ ദൈവതേജസ് യേശുവിൻ്റെ മുഖത്ത് കണ്ടപ്പോൾ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം ആകെ അദ്ദേഹം പൗലോസങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് ഈ പൗലോസ് പറയാണ്, ഞങ്ങൾ ആരെയും, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ മാനുഷികമായ രീതിയിൽ ഇനി അറിയത്തില്ല. ദൈവപുത്രനായിട്ടാണ് പിന്നീട് പൗലോസ് പ്രസംഗിക്കുന്നത്. ആ പഴയ ചിന്തകളെല്ലാം മാറിപ്പോയി. അത് നമ്മൾ ഓർക്കണം. യഹൂദരായ ആൾക്കാർ ചിലർ മാത്രമാണ് അവസാനം വിശ്വാസത്തിലേക്ക് കടന്നെത്തിയത്. പലർക്കും മനസ്സിലായില്ല. പലരും യേശുവിനെ വീക്ഷിക്കുന്നത് ആ തച്ചൻ്റെ മകനല്ലയോ, ആ മറിയത്തിൻ്റെ മകനല്ലയോ, ജോസ, യൂദ, ശെമയോൻ, യാക്കോബ്, ഇതൊക്കെയല്ലയോ അവൻ്റെ സഹോദരങ്ങൾ എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. ഒരു മരപ്പണിക്കാരനെയാണ്, അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരൻ്റെ മകനെയാണ് യേശുവിൽ പലരും കണ്ടത്. മാനുഷികമായ രീതിയിലാണ് അവർ ചിന്തിച്ചത്. പൗലോസ് പറയുന്നു, ഇനി ഞാൻ മാനുഷികമായ രീതിയിൽ യേശുവിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ക്രിസ്തു തന്നെ ഒരിക്കൽ ചോദിച്ചു. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ഒരു വാചകമുണ്ട്. ദാവീദ് പറയുക, എൻ്റെ കർത്താവേ എന്ന് യേശുവിനെ കുറിച്ചുള്ള പ്രവചനത്തിലാണ്. വാചകം ഞാൻ വായിക്കാം. ക്രിസ്തു പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് പറയുവാൻ എങ്ങനെ സാധിക്കും? ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു,
കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തെ ഇരിക്കുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നു എങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? ദാവീദ് പോലും യഥാർത്ഥത്തിൽ മാനുഷികമായ രീതിയിലല്ല കർത്താവിനെ മനസ്സിലാക്കിയത്, ആത്മനിറവിൽ പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെയല്ല പൗലോസ് ഇപ്പം പറയുന്നു, ഞാൻ ഇനി ക്രിസ്തുവിനെ മാനുഷികമായ രീതിയിൽ കാണുന്നില്ല. ക്രിസ്ത്യാനികളെങ്കിലും ഒരു കാര്യം വിശ്വസിക്കണം, യേശു കർത്താവ് സത്യമായും ദൈവമാണ്, ദൈവപുത്രനാണ്, മനുഷ്യനായി നമ്മുടെ അടുത്തേക്ക് വേഷം ധരിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. വേഷം ധരിച്ച് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ രക്ഷകനാണ് എന്ന് വിശ്വസിക്കണം. മറ്റ് മതസ്ഥരോ മറ്റ് ജനങ്ങളോ യേശുവിനെ വീക്ഷിക്കുന്നത് ഒരു മഹാനായ ഒരു മനുഷ്യൻ. മഹാന്മാരെത്രയോ ഉണ്ട്, നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഗാന്ധിജി കുറയ്ക്കുകയല്ല, മഹാന്മാരായ ഒത്തിരി പേരുടെ പേര് നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ വിവരിച്ച് പഠിക്കും. അവരെപ്പോലെ ഒരു മഹാനായ മനുഷ്യനാണ് യേശു എന്ന് പഠിക്കുന്നത് കൊണ്ടോ പഠിപ്പിക്കുന്നത് കൊണ്ടോ കാര്യമില്ല. യേശു ദൈവപുത്രൻ, സർവപ്രപഞ്ചവും അവൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു, സർവവും അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു, സകല ഹൃദയങ്ങളെയും നിയന്ത്രിക്കുന്നത് അവനാണ്, സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് അവനാണ്, നമുക്കും ഭക്ഷണം തരുന്നത് അവനാണ്. ഒരു ലൗകിക ജീവിതത്തെക്കുറിച്ചല്ല, ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് നമുക്ക് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു വലിയ മഹാനായിട്ട് യേശുവിനെ കണ്ടാൽ പോരാ, മാനുഷികമായ കാഴ്ചപ്പാടിൽ കണ്ടാൽ പോരാ. ആരാണ് യേശു ക്രിസ്തു എന്ന് വ്യക്തമായിട്ടറിയണം. യേശു പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, പിതാവായ ദൈവം ആരാണെന്നും എന്നെ അയച്ചവൻ ആരാണെന്നും ഈ യേശു ക്രിസ്തു ആരാണ് എന്നും മനസ്സിലാക്കുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി കഴിയും. പിതാവായ ദൈവം ആരാണ്, യേശു ക്രിസ്തു ആരാണ്, അവൻ എൻ്റെ രക്ഷകൻ, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് നിത്യജീവനെന്ന് യേശു കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 17-ാം വാക്യം, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഇനി ഒരു കാര്യം യേശു കർത്താവ് പഠിപ്പിച്ച കാര്യം തന്നെയാണ് പൗലോസ് അതിച്ചോട് വിശദീകരിച്ച് നമ്മളോട് പറയുന്നു, ഒരു പുതിയ സൃഷ്ടിയാകുക, അതാണ് പരമപ്രധാനം. മറ്റുള്ളവരെ പോലെ ജീവിച്ചാൽ പോരാ. യേശു കർത്താവ് നിക്കോദിമോസിനോടത് പഠിപ്പിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നത് ആരാണ്? ഒരു മാംസം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നതിനെക്കുറിച്ച് യേശു അത്രയുമാണ് പറഞ്ഞത്. പക്ഷേ വീണ്ടും ജനിക്കണം, ആത്മാവിനാലും ജലത്താലും. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഒരു പുതിയ ജനനത്തെക്കുറിച്ച് പത്രോസ് എഴുതിയിട്ടുണ്ട്. ആത്മാവിനാൽ ഉള്ള ഒരു ജനനം, ദൈവവചനമാകുന്ന ആ ബീജത്തിൽ നിന്ന് നാം പുതുതായിട്ട് ജനിക്കണം. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം നമ്മൾ സ്വീകരിക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം? പാപത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മരിക്കുകയാണ്. അതിനാണ് പ്രതിനിധി എന്നുള്ളതല്ലേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുന്നത്. ഈ ലോക സംബന്ധമായ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് മരണത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ട് സംസ്കരിക്കപ്പെടുകയാണ്. അതാണ് ഈ സ്നാനത്തിൻ്റെ അടയാളം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസ്കരിക്കപ്പെടുന്നു, ഒരു പരിച്ഛേദനം നടത്തുന്നു, പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പരമമായ പ്രാധാന്യമുള്ള കാര്യം. റോമാലേഖനം 6-ാം അധ്യായം, 8-ാം അധ്യായം, ഗലാത്യ ലേഖനം 6-ാം അധ്യായം, എഫേസോസ് 4-ാം അധ്യായം, കൊളോസോസ് 3-ാം അധ്യായത്തിലൊക്കെ പൗലോസ് ഈ പുതിയ സൃഷ്ടിയെക്കുറിച്ച്, നവീകരിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. റോമ 6:4 ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. നമ്മൾ ഒരു പുതിയ ജീവിതമാണ് നയിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നാം സംസ്കരിക്കപ്പെട്ടത്. എപ്പോഴാണ് നമ്മൾ സംസ്കരിക്കപ്പെട്ടത്? പാപത്തെ സംബന്ധിച്ചിടത്തോളം നാം സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാണ്. പാപത്തെ എല്ലാം നമ്മൾ അങ്ങ് കുഴിച്ചു മൂടിയിരിക്കുക.
പഴയ ജീവിതവും വെച്ചുകൊണ്ട് ഇനിയും ഇരിക്കാൻ പാടില്ല. ഗലാത്യർ 6:15 പറയുന്നു, പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം. എഫേസോസ് 4:24 യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവീൻ. പുതിയ മനുഷ്യൻ യേശുക്രിസ്തുവാണ്. ആ മനുഷ്യനെ നമ്മൾ ധരിക്കണം. വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കൊളോസോസ് 3:10 പൗലോസ് പറയുന്നു, സമ്പൂർണമായ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവീൻ. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നു, 3-5 രക്ഷ നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. പുനർജീവൻ്റെ സ്നാനമാണ്. ജലത്താൽ എന്ന് പറയുമ്പോൾ ഓർക്കണം, നവീകരിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടിയാണ്. അതാണ് സ്നാനം. ജലത്താൽ എന്ന് പറയുമ്പോൾ അത് ദൈവവചനത്താലാണ് എന്നുള്ള ആ ആശയം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത വാചകം 18, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അപ്പോൾ ഒരു രമ്യതയുടെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുകയാണ്. അത് 2 രീതിയിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു. പിതാവിനോട് നമ്മളെ രമ്യതപ്പെടുത്തി. എപ്പോൾ? നമ്മൾ പാപികളായിരുന്നപ്പോൾ ശിക്ഷ യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. എന്നിട്ട് പിതാവുമായിട്ട് നമ്മളെ രമ്യതപ്പെടുത്തി. നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ചോ അതെല്ലാം കഴുകപ്പെട്ടു യേശുവിൻ്റെ രക്തത്താൽ. മാത്രമല്ല, ബൈബിൾ പറയുന്നൊരു കാര്യം, നമ്മുടെ പാപങ്ങളെ ദൈവം മറന്നു കളയുന്നു. ദൈവത്തിന് മറക്കാൻ സാധിക്കുമോ? ദൈവത്തിന് മറക്കാൻ സാധിക്കുമോ? ദൈവം നമ്മുടെ പാപങ്ങളെ മറന്നു കളയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി മേലാൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ എണ്ണും. മനുഷ്യവർഗത്തെക്കുറിച്ച് അങ്ങനെ കർത്താവ് ചെയ്തിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ പാപങ്ങളെ മറന്നു കളയുന്നു. മറന്നു കളയുന്ന ഒരു മനുഷ്യവർഗം, ഒരു ജനത എന്നാണ് വിശ്വാസികളെ സംബന്ധിച്ച് കർത്താവ് എണ്ണുന്നത്. അപ്പോൾ നമ്മൾ 18 വാക്യത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം, നമ്മളെ ക്രിസ്തുവുമായിട്ട് രമ്യതപ്പെടുത്തി. രമ്യതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ വരികയാണ്. രമ്യതയുടെ 2 തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒന്ന്, ഈ രമ്യതപ്പെടൽ പിതാവുമായിട്ട്. 2, ഇതിൻ്റെ പൂർണ്ണ അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ആ അവകാശത്തിലേക്ക് പ്രവേശിക്കുന്ന 2ാമത്തെ ഭാഗമുണ്ട്. ഇപ്പം രമ്യത എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗം വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ, 2ാമത്തെ ഭാഗം അത് സ്വർഗത്തിൽ നമ്മൾ അവകാശം സ്വീകരിക്കുമ്പോൾ. അപ്പോൾ പൗലോസ് ഈ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നതെല്ലാം ആദ്യത്തെ ഭാഗം രമ്യതയുടെ. 2ാമത്തെ ഭാഗത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തെക്കുറിച്ചും അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം 2ാമത്തെ ഭാഗത്തിൽ ഈ അവകാശത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനൊരു കാരണമുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ആ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ രമ്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രമ്യതപ്പെടുന്നു, ഒരു പുതിയ മനുഷ്യനായി തീരുന്നു. ആ പുതിയ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ആ വാക്ക് ന്യൂ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടി, ഒരു വസ്തു, പുതിയതായിട്ടൊരു വസ്തു അവിടെ നമുക്ക് മുമ്പിൽ കാണപ്പെട്ടു എന്നല്ല, ആ സത്തയിൽ ഒരു മാറ്റം വരുന്നു, സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നു. അല്ലാതെ ഒരു പുതിയ, നേരത്തെ അവിടെ ഇല്ലായിരുന്നൊരു വസ്തു ഇപ്പം വന്നു, പണ്ട് വാച്ച് ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു വാച്ച് വന്നു, അങ്ങനെ ഒരു പുതിയ വസ്തു അവിടെ വന്നെന്നല്ല. ആ നേരത്തെ ഇരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സത്തയിൽ, സാരാംശത്തിൽ, സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു. ഒരു പുതിയ ജീവനിൽ അവൻ ജീവിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണത പ്രാപിക്കണം. ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നമ്മൾ ധ്യാനിക്കണം. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഒന്ന്, ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനിൽ നമ്മൾ ജീവിക്കണം.
അവനിൽ വേര് ഉറപ്പിക്കപ്പെടണം, അങ്ങനെ പണിതുയർത്തപ്പെടണം. നമ്മൾ വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കണം. എപ്പോഴും കൃതജ്ഞത ദൈവത്തിന് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു ജന്മം കിട്ടിയത് പോലും കർത്താവിൻ്റെ കൃപയല്ലേ. ഇതുവരെ ഇങ്ങനെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കർത്താവ് തന്നത്. നമ്മൾ അതിനെ എപ്പോഴും കൃതജ്ഞത പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. വ്യർത്ഥ പ്രലോഭനം, വ്യർത്ഥമായ തത്വചിന്തയ്ക്കൊന്നും നമ്മൾ ഇരയായി പോകരുത്. ശരീരത്തിൻ്റെ അധമവാസനകളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണം. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം സ്വീകരിക്കണം. ദൂതന്മാരുടെ ആരാധകരാകാൻ പാടില്ല. ചിലർ ദൂതന്മാർ നമ്മളെ കാവൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദൂതന്മാരെ ആരാധിക്കാൻ തുടങ്ങും. യോഹന്നാൻ അപ്പോസ്തലൻ ദൂതൻ്റെ കാൽക്കൽ വീണപ്പോൾ പറഞ്ഞില്ലേ, എഴുന്നേൽക്ക്, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനാണ്. ദൂതന്മാരെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. ഭോഗലാലസമായ മനസ്സ് നമുക്ക് പാടില്ല. വ്യർത്ഥമായിട്ട് അഹങ്കരിക്കരുത്. ശിരസിനോട് ഗാഠബന്ധം പുലർത്തണം. അത് പ്രത്യേകം ഓർത്തോണം. നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് ശിരസ്, അത് ക്രിസ്തുവാണ്. ശിരസുമായിട്ട് ബന്ധമില്ലെങ്കിൽ പ്രവർത്തനം നടക്കത്തില്ല. അപ്പം ശിരസിനോടാണ് ബന്ധപ്പെടേണ്ടത്. ശരീരത്തിൻ്റെ മറ്റ് പല അവയവങ്ങളുണ്ട്. ചിലർ നേരിട്ട് ക്രിസ്തുവിനോട് പറയാൻ ചിലർക്കൊരു മടിയുണ്ട്. അവിടെ ഇവിടെയൊക്കെ എന്ന് പറയും. അങ്ങനെ പറയാനല്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ശിരസിനോട് ബന്ധപ്പെടണം. ശിരസിൽ നിന്നാണ് നമുക്ക് ആ രക്തം നമ്മളിലേക്ക് വരേണ്ടത്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ ചിന്താധാരകളെ ക്രിസ്തുവിൻ്റെ ചിന്തയോട് യോജിച്ചതായിരിക്കുകയും ചെയ്യണം. ക്രിസ്തുവിനോട് പറയേണ്ടത് മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ശിരസിനോട് ബന്ധപ്പെടണമെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്ക് പരസ്പരം മധ്യസ്ഥ പ്രാർത്ഥനകളാകാം. അത് കാര്യം എൻ്റെ സ്നേഹിതൻ, ഞാൻ അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ ഇങ്ങനെ വേറെ കുറച്ച് ആൾക്കാരിരുന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ശിരസിനോടാണ് ബന്ധം വേണ്ടത് എന്ന് ഓർക്കണം. ലോകത്തിൻ്റേതെന്ന മട്ടിൽ നമ്മൾ ജീവിക്കരുത്. പഴയ നിയമത്തിൽ ചില കാര്യങ്ങൾ സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് ബാധകമല്ല എന്ന് നമ്മൾ ഓർക്കണം. പിന്നെ നമ്മുടെ ചിന്ത എപ്പോഴും ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയിലായിരിക്കണം. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചുമല്ല, സ്വർഗത്തിൽ ക്രിസ്തു ഇരിക്കുന്നിടത്തായിരിക്കണം. ഭൗമികമായിട്ടുള്ളതെല്ലാം അസാൻമാർഗികത, മനക്ഷോഭം, അശുദ്ധി, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന, തന്നെയായ ദ്രവ്യാശക്തി, ഇവയെല്ലാം അങ്ങ് നശിപ്പിക്കണം. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധഭാഷണം തുടങ്ങിയവയെല്ലാം നമ്മൾ വർജിക്കണം. പരസ്പരം കള്ളം പറയരുത്. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കണം. ക്ഷമിച്ച് സഹിഷ്ണുതയോടെ ജീവിക്കണം. സ്നേഹം പരിശീലിക്കുവിൻ. സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് പരിശീലിക്കേണ്ട ഒരു കാര്യം കൂടാണ്. പരിശീലനം മൂലമാണല്ലോ പലതും നമ്മൾ കൂടുതലായിട്ട് ഭംഗിയായിട്ട് അഭ്യസിക്കുന്നത്. അതുകൊണ്ട് സ്നേഹം നമ്മൾ പരിശീലിക്കണം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുകയും വേണം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ഈ 16ഉം 17ഉം വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. 16ാം വാക്യത്തിൽ നമുക്കൊരു സംശയം തോന്നും. ഈ പൗലോസ് ജെറുസലേമിലാണല്ലോ ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് പഠിച്ചതും അവിടെയൊക്കെ ആയിരുന്നല്ലോ. യേശുവിനെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? മാനസാന്തര സമയത്ത് കണ്ടു. പക്ഷേ അതിനു മുമ്പ് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ 16ാമത്തെ വാചകം മാത്രം ഉപയോഗിച്ച് പൗലോസ് യേശുവിനെ അങ്ങനെ കണ്ടു എന്ന് സ്ഥാപിക്കുവാൻ, ഒരു നിഗമനത്തിലെത്തുവാൻ സാധിക്കത്തില്ല. ഒരു സംശയം നമുക്ക് വരാം. പൗലോസ് യേശുവിനെ അങ്ങനെ കണ്ടിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ വാക്യം അതിന് പൂർണ്ണമായ ഉത്തരം തരുന്നില്ല എന്ന് മാത്രം. 19ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തു നമ്മുടെ തെറ്റുകളെ പരിഗണിക്കുന്നില്ല, മറന്നു കളയുന്നു എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. അത് നമ്മൾ ഓർക്കണം. ദൈവത്തിന് മറക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ പാപങ്ങളെ മറന്നു കളയുന്നു. നമ്മളെ പിതാവായ ദൈവത്തോട് ക്രിസ്തു വഴി രമ്യതപ്പെടുത്തുന്നു. രമ്യതയുടെ ശുശ്രൂഷയാണ് പൗലോസിനെ നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രിസ്തുവെ രമ്യതപ്പെടുത്തി കാൽവരിയിലെ കുരിശ് മരണമാണ് അതിൻ്റെ കാരണം.
എന്നിട്ട് ഇത് എല്ലാവരെയും അറിയിക്കാനുള്ള ജോലിയാണ് ശുശ്രൂഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. പൗലോസിനും ആ ശുശ്രൂഷ, രമ്യതയുടെ ശുശ്രൂഷയുണ്ട്, നമുക്കും ആ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 20-ാം വാക്യത്തിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവീൻ. പ്രായോഗികമായൊരു കാര്യം കൂടെ അവിടെ പറയുന്നത്, പൗലോസിൻ്റെ സ്ഥാനം ഒരു സ്ഥാനപതി, അംബാസഡർ. അപ്പോൾ അംബാസഡർ എന്ന് ലോകത്തിൽ നമ്മൾ അംബാസഡർ എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ അംബാസഡർ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ അംബാസഡർ ആണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതിനു വേണ്ടി എതിരിട്ടൊന്നും പറയരുത്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങൾ ദൈവത്തോടെ രമ്യതപ്പെടുവീൻ. യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മളെ രമ്യതപ്പെടുത്തി. പൗലോസൻ രമ്യതയുടെ ശുശ്രൂഷയാണ് നടത്തുന്നത്, നമ്മളും അതാണ് നടത്തുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തോട് രമ്യതപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു അനുതാപമുണ്ടായി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ ഒരുക്കണം എന്ന ചുരുക്കം. അടുത്ത വാചകം, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു രമ്യതപ്പെടാൻ. 21-ാം വാക്യം, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ രമ്യത നടത്തിയത്? ഇവിടെ എഴുതിയിരിക്കുന്നു, നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, നീതീകരിക്കപ്പെടേണ്ടതിന്, വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനാണ് യേശു. പാപം അറിയത്തില്ലെങ്കിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എല്ലാ വിധത്തിലും നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പാപം ചെയ്തിട്ടില്ല, ദൈവപുത്രനല്ലേ. പാപം ഒഴികെ എല്ലാത്തിലും നമ്മളെപ്പോലെയായവനായ യേശു ക്രിസ്തു. പീലാത്തോസ് ദേശാധിപതിയാണ്, ന്യായാധിപതിയാണ്. യേശുവിനെ വിസ്തരിച്ചിട്ട് ജനങ്ങളുടെ ശബ്ദം ബഹളമുണ്ടായതുകൊണ്ടാണ് ക്രൂശിക്കാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊണ്ടുപോയി ചെയ്തോളീൻ, വധിച്ചോളീൻ എന്ന് പറഞ്ഞു വിട്ടത്, കൈ കഴുകിക്കൊണ്ട്. പക്ഷേ പീലാത്തോസിൻ്റെ ഹൃദയത്തിൽ പീലാത്തോസ് ഇങ്ങനൊരു വാചകം പറഞ്ഞു, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളി. ഇപ്പം ന്യായം വിധിച്ച ന്യായാധിപനെ സംബന്ധിച്ച് യേശു നീതിമാനെന്നാണ് പ്രഖ്യാപനം. അത് നമ്മൾ ഓർത്തോണം. നീതിമാനെന്ന് പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുപോയി വധിച്ചോളാൻ പറയാൻ ന്യായാധിപൻ എങ്ങനെ തോന്നി? പീലാത്തോസ് പറഞ്ഞത് അവൻ നീതിമാനാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നാം നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഗെത്സമേന തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥന നമ്മളൊന്ന് ഓർക്കണം. ഗെത്സമേന തോട്ടത്തിൽ അന്തത്താഴം കഴിഞ്ഞിട്ട് ഗെത്സമേന തോട്ടത്തിൽ ചെന്ന് യേശു പ്രാർത്ഥിക്കാൻ പോയി. ശിഷ്യന്മാരെയൊക്കെ അവിടെ ഇരുത്തി, പത്രോസിനോടും യോഹന്നാനും ഒക്കെ നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് ഒരു കല്ലേറ് ദൂരെ മാറി യേശു പ്രാർത്ഥിച്ചു. അവൻ മുട്ടിന്മേൽ വീണ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കി തരണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണമേ. യേശു വഹിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങളാണ്. പാപിയായി അവൻ എണ്ണപ്പെട്ടു. അതെവിടെ പറഞ്ഞത്? അവൻ പാപിയായി എണ്ണപ്പെട്ടു. പാപം ചെയ്യാത്തവൻ പാപിയായി എണ്ണപ്പെട്ടു. അതുകൊണ്ട് ക്രൂശ് മരണം മാറ്റിക്കൊടുക്കുക ശരിയല്ല. അതുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. ഒരു കാര്യം നമ്മളവിടെ കാണുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ രോമകൂപങ്ങളിൽ കൂടി വിയർപ്പ്. എന്ത് വിയർത്തു? രക്തം വിയർത്തു. തീവ്രമായ വേദന വന്നതുകൊണ്ടാണ്. മെഡിക്കൽ സയൻസ് അങ്ങനെ പറയുന്നത്. തീവ്രവേദന
ഹൃദയത്തിൽ വരുമ്പോൾ രോമകൂപങ്ങളിൽ കൂടി രക്തം വീർക്കാം സാധ്യതയുണ്ട്. പക്ഷേ മെഡിക്കൽ റെക്കോർഡുകളിലൊന്നും ഇതുവരെയും ആരെങ്കിലും രക്തം വീർത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. യേശു രക്തം വീർത്തു എന്ന് ലൂക്കോസ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷകൻ അത് എഴുതിയിരിക്കുക, രക്തം വീർത്തു. അവൻ്റെ വേദന അത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി അവൻ പാപം ചെയ്തവനായി കണക്കാക്കപ്പെട്ടു. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഏക ബലിയർപ്പണത്താൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി. അതുകൊണ്ട് ഈ പാപപരിഹാര ബലി വീണ്ടും ആവർത്തിക്കണോ? ഒരിക്കലും ആവശ്യമില്ല. പാപപരിഹാര ബലി എന്നേക്കുമായി കാൽവരിയിൽ ആ കുന്നിൽ വെച്ച് യേശു തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. നാം അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ടാണ് പൗലോസ് പലയിടത്ത് ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്താലാണ്. അത് പുതിയ ഒരു തത്വമല്ല, പുതിയ നിയമത്തിലെ മാത്രം തത്വമല്ല. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രാഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രാഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അബ്രാഹാം എന്തു ചെയ്തു? അന്ന് അബ്രാം എന്നാണ് പേര്. അബ്രാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി പരിഗണിക്കപ്പെട്ടു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതീകരണം എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ മാത്രം ഒരു തത്വമല്ല, സിദ്ധാന്തമല്ല. പഴയ നിയമത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്, ഉൽപ്പത്തിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും 14 വർഷം കഴിഞ്ഞിട്ടാണ് പരിച്ഛേദന കർമ്മത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ പരിച്ഛേദനം കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത് നമ്മൾ ഓർക്കണം. അതം വിശ്വസിച്ചത് കൊണ്ടുള്ള അടയാളമാണത്, വിശ്വസിച്ചതിൻ്റെ അടയാളമാണത് എന്ന് മനസ്സിലാക്കണം. ഇത് കൂട്ടിക്കൊഴിഞ്ഞു പോകരുത്. വിശ്വാസത്താൽ നീതീകരണം. നമ്മൾ ഇലക്ഷന് വോട്ടിട്ടു അതിൻ്റെ ഒരു അടയാളം വെക്കും. അടയാളം എന്താണ്? ഇതൊരു അടയാളം മാത്രമാണ്. വോട്ടിടുക, വോട്ടിടുന്നത് നമ്മൾ ആ പെട്ടിയിൽ കൊണ്ടിടണം. ഇത് രണ്ടും രണ്ടാണ്. പിന്നെ ഇതൊരടയാളം. വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടയാളം, എൻ്റെ ജനമാണെന്നുള്ളതിൻ്റെ അടയാളം, അതാണ് പരിച്ഛേദന കർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച യേശു ക്രിസ്തു എൻ്റെ പാപത്തിനാണ്, ഓരോ വ്യക്തിയും ചിന്തിക്കണം, പകരമായിട്ടാണ് അവൻ മരിച്ചത്. അവൻ്റെ മരണത്തിലുള്ള വിശ്വാസത്താൽ എൻ്റെ കുറ്റങ്ങളെ അവൻ്റെ മായ്ച്ചു കളയുകയും മറന്നു കളയുകയും ചെയ്യുന്നു. എന്നെ നീതിമാന്മാരുടെ വിശുദ്ധരുടെ ഗണത്തിൽ അവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മളെ രമ്യതപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അവസാന രമ്യതയുടെ അവസാന ഭാഗം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലോട്ട് ഊന്നൽ കൊടുത്ത് നമ്മൾ ഈ ലോകത്തിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണം. ഇതാണ് ഈ അധ്യായത്തിൽ നിന്ന് പൗലോസ് നമ്മളോട് പറയുന്നത്. നമുക്കതനുസരിച്ച് ജീവിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 5-ാം അധ്യായം പൂർത്തിയായി. അടുത്ത എപ്പിസോഡിൽ 68-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 6-ാം അധ്യായം ധ്യാനത്തിനെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. നവീകരിക്കപ്പെട്ട ഒരു ജീവിതം. ആരെയും ആരാധിക്കുകയല്ല, യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. അവനാണ് നമ്മുടെ രക്ഷകൻ, അവൻ മാത്രമാണ് ഏകരക്ഷകൻ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നവീകരിച്ച് നമ്മൾ സ്നേഹം പരിശീലിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.